തണ്ണിമത്തങ്ങ വാങ്ങുമ്പോൾ ഇത് തൊണ്ട് കളയാതിരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിക്കോ. അതിനായിട്ട് തണ്ണിമത്തം വാങ്ങുമ്പോൾ ഇതിൻ്റെ തൊണ്ടൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പച്ച കളറുള്ള തൊലി അതൊക്കെ നിങ്ങൾ ചെത്തി കളഞ്ഞിട്ട് ഇതുപോലെ സ്ക്വയർ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് 2 പാളം പരിപ്പ് എടുക്കാം കേട്ടോ. ഈ ഒരു പരിപ്പ് ഒന്ന് കഴുകി വാരി എടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇടാം കേട്ടോ. കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു കുറച്ച് വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ അരിഞ്ഞ് വെച്ചേക്കുന്ന തണ്ണിമത്തങ്ങ തൊണ്ടുണ്ടല്ലോ എല്ലാം അങ്ങോട്ട് വാരിയിടുക. പിന്നെ ഒരു ഇത്തിരി കറിവേപ്പിലയും ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വിസിലടിച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഉപ്പിടരുത് കേട്ടോ, ഉപ്പ് നമുക്ക് പിന്നിട്ടാൽ മതി. ഉപ്പിട്ടിട്ട് വേവിക്കുമ്പോൾ നമ്മൾ പരിപ്പ് ഇങ്ങനെ പയറ് പോലെ കിടക്കും, വേവത്തില്ല. അപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ കറക്റ്റ് സ്പോട്ടിൽ വെന്തിരിക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് കുറച്ച് പച്ചമുളകും സവാളയും ഒരു നുള്ള മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഇതുണ്ടല്ലോ അതെല്ലാം കൂടെ വാരിയിടുക. പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി തേങ്ങയിലേക്ക് ചെറിയൊരു കുഞ്ഞ് ജീരകം കൂടെ കൂടിയിട്ട് അരച്ച് കലക്കി കൂടെ ഒഴിക്കാം. പിന്നെ അതുപോലെ ഇത്തിരി കടുകും കറിവേപ്പിലയും ഒരു നുള്ള മുളക് പൊടിയും കൂടി ഇട്ട് താളിക്കുവാണെങ്കിൽ നല്ല